അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതമനുഭവിക്കുകയാണ് അന്ധവൃദ്ധ ദമ്പതികൾ. പുല്ലുവഴിയിൽ താമസിക്കുന്ന രവീന്ദ്രനും കമലവുമാണ് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാനാവാതെ ദുരിതമനുഭവിക്കുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാറായ കൂരയിലാണ് ഇവരുടെ താമസം. ഇവരുടെ ഈ ദുരിത കാഴ്ചയിലേക്ക് കടന്നു ചെല്ലുകയാണ് വാർത്താവാരം. പരസ്പരം കാണുവാൻ പോലും കഴിയാതെ അന്യോന്യം തുണയായി ജീവിക്കുകയാണ് ഈ അന്ധദമ്പതികൾ. അവരുടെ ലോകത്ത് കാലവും കാലബോധവുമില്ല. അവരുടെ ആകാശത്ത് സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളുമില്ല. ചുറ്റുമുള്ള ലോകം വെറും ശബ്ദങ്ങൾ മാത്രം. പുല്ലുവഴി കണിക്കുഴയിൽ വീട്ടിൽ രവീന്ദ്രൻ നായരുടെയും ഭാര്യ കമലത്തിൻ്റെയും താമസം ഓടിട്ട ചുവരുകൾ തേക്കാത്ത ഏത് സമയത്തും ഇടിഞ്ഞു വീഴാറായ ഒരു കൊച്ചു കൂരയിലാണ്. സ്വന്തമായി ആകാശം പോലുമില്ലാത്ത അവർക്ക് ഏക ആശ്രയം തകർന്നു വീഴാറായ ഈ വീടാണ്. വീട് പുതുക്കി പണിയണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾ മൂലം അതിനിതുവരെയും സാധിച്ചിട്ടില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുകയാണ് ഈ കൂര. ഓടുകൾ ഇളകിപ്പോയ സ്ഥലത്ത് ഷീറ്റുകൾ ഇട്ടെങ്കിലും അതെല്ലാം കാറ്റത്ത് പറന്നുപോയി. പ്രാർത്ഥനയും ഒരേ മനസ്സുമായി ഇവർ ഈ കൂരയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. വീടാകെ ഇതെല്ലാം മഴ പെയ്ത് ചോർന്നെടുക്കുക. ഞാൻ ഇവിടെ ഷീറ്റ് മേടിച്ചിട്ടതൊക്കെ പോയി. അതെല്ലാം പോയി കിടക്കുക. ഇപ്പം ഒന്നിനും നിവൃത്തിയില്ല. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് കിണറിന് അനുവദിച്ച് വന്നിട്ട് അത് ശരിയായില്ല. അത് ഞാൻ എൻ്റെ പെണ്ണമില്ലാത്തതുകൊണ്ട് ശരിയായില്ല. അനുവദിച്ച് കടലാസ് കെട്ടിയതാണ്. എന്നിട്ട് അവർ പിന്നെ അത് ശരിയായില്ല. പൈസ കഴിഞ്ഞിട്ട് ചെതാക്കാണ്ടതുകൊണ്ട് അതിനും നോക്കിയില്ല. അന്ധതയുടെ കൂരിരുട്ടിലേക്ക് എന്തിനോ വേണ്ടി പിറന്നു വീണ രവീന്ദ്രനും കമലവും ജീവിതത്തിൽ ഒരുമിച്ചത് ഒരുപക്ഷെ നിയോഗമായിരിക്കാം. പരസ്പരം പ്രകാശമാകാൻ, ഒന്നിച്ച് വേദനകൾ പങ്കിടാൻ അവർ ഇരുളിനെ സാക്ഷി നിർത്തി ഒന്നാവുകയായിരുന്നു. സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ടാണ് ഇന്നവർ ജീവിതം തള്ളി നീക്കുന്നത്. പെൻഷൻ കിട്ടും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കും. പിന്നെ ഒരു 10 കിലോ അരി ഇവിടെ ഒരു 5 ദിവസം പറയും. കിളമ്പേന്ന അനുവാദമായിട്ട് 10 കിലോ അരി എല്ലാ മാസവും കിട്ടും. പിന്നെ പുതിയ കത്തുവാഴ പള്ളിയെന്ന ഒരു 100 രൂപ അത് എല്ലാ മാസവും എനിക്ക് തരും. പിന്നെ അതുകൂടാതെ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ച് അങ്ങനെ കഴിഞ്ഞു വിടുക. ഈ കൂരയ്ക്കകത്ത് ആകെയുള്ളത് തെളിഞ്ഞു കിടക്കുന്ന ഒരു ബൾബ് മാത്രം. എന്നാൽ ഇവർക്ക് രാത്രിയും പകലും ഒരുപോലെയാണ്. വീട്ടിലെ അടുക്കള ജോലികളെല്ലാം മറ്റാരുടെയും സഹായമില്ലാതെ കമലം ചെയ്യും, മറ്റേതൊരാളും ചെയ്യുന്നതുപോലെ. മനക്കണക്കിൻ്റെ ഓർമ്മയിൽ കമലം തനിക്കും ഭർത്താവിനുമുള്ള ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യും. ഇപ്പോൾ കമലത്തിന് ആകെയുള്ള ആഗ്രഹം ഒരു അടച്ചുറപ്പുള്ള വീടാണ്. പറമ്പിന് പട്ടയം ലഭിച്ചു എങ്കിലും അധികൃതർ ഇവർക്ക് യാതൊരു സഹായവും ചെയ്യുന്നില്ലെന്ന് കമലം പറഞ്ഞു. പറമ്പിരിക്കുന്ന സ്ഥലം ഈ പറമ്പൊക്കെ ഞാൻ പറഞ്ഞില്ല, കൈവശരേഖ കിട്ടിയിട്ട് 6 വർഷം കഴിഞ്ഞു. 2006 കിട്ടിയ 4 വർഷം കഴിഞ്ഞു. 6 വർഷം ഞാൻ തെറ്റി പറഞ്ഞാണ്. അത് 5ാമത്തെ വർഷം. അതിൽ വീടിനൊന്നും അവർ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അന്ന് വായിച്ചു കേട്ടിട്ട്. പിന്നെ ഈ കിണറിന് കിട്ടുമെന്ന് പറഞ്ഞു. ജീവിതം പുലർത്തുവാൻ അന്യരുടെ സഹായത്തിനായി അലയുകയാണ് ഇവർ. ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇവരുടെ അന്ധതയെ മുതലെടുത്തു. വോട്ട് ചെയ്യാൻ കൊണ്ടുപോവുകയും കാഴ്ചയില്ലാത്തതിനാൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതുകാരണം എതിർ പാർട്ടികൾ ശത്രുക്കളായി മാറി. അതുകൊണ്ടിപ്പോൾ വോട്ട് ചെയ്യാനും ഇവർ പോകാറില്ല. വോട്ടിന് ഭാഗത്ത് 2 പ്രാവശ്യം വോട്ടിന് പോയിട്ട് മറ്റുള്ള പാർട്ടിക്കാരുടെ ഉപദ്രവമൊക്കെ ഈ 2 പാർട്ടിക്കാരും കൂടി ഞങ്ങളെ നല്ലോണം ഉപദ്രവിക്കും. അതുകൊണ്ട് പിന്നെ 2 പ്രാവശ്യമായിട്ട് വോട്ടിന് പോകാറില്ല. ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനും പോയില്ല, അതുപോലെ ഈ നിയമസഭയിലെ വോട്ടിനും പോയിട്ടില്ല. ഇങ്ങനെയായി ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾക്ക് സ്വന്തം ആൾക്കാരില്ല ഞങ്ങളുടെ വിളിച്ചുകൊണ്ടാനായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അപകടം രവീന്ദ്രനെ കൂടുതൽ തളർത്തി. പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ പോകുമ്പോൾ അതിവേഗതയിൽ വന്ന ഒരു വാഹനം രവീന്ദ്രനെ ഇടിച്ചു വീഴ്ത്തി. അപകടത്തിൽ എല്ലുകൾ തകർന്ന രവീന്ദ്രൻ ഇന്ന് അതിൻ്റെ അസ്വസ്ഥതയുമായാണ് ജീവിക്കുന്നത്. അധിക നേരം നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല. ആക്സിഡൻറ്റ് ഇവിടെ വെച്ചൊരു ബൈക്കിൽ അപകടം ഉണ്ടായി. അതുകൂടാതെ 2 പ്രാവശ്യം വണ്ടി അപകടം ഉണ്ടായി.
ഒക്കെ ഈ റെയിൽവേ ഉള്ളൂ. ഒരുപാട് പ്രശ്നം 2007 2004 ആണ് ബൈക്ക് അടിച്ചത്. അന്ന് ചാപ്പ അപ്പുറത്തായിരുന്നു, അപ്പുറത്തെ സൈഡായിരുന്നു. അപ്പം അന്നേരം വെള്ളം എടുക്കാൻ പോയതാ, ക്രോസ് ചെയ്തതാ. അത് ക്യാഷൊക്കെ കഴിഞ്ഞാൽ അതിനകത്ത് പൈസ കിട്ടി. അത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, മേപ്പറ പഠിച്ചത്. ഇത് അകത്തോടെ പഞ്ചായത്ത് കംപ്ലീറ്റ് പാറായിരുന്നായിരുന്നു. തങ്ങളെ സമീപവാസികൾ ഉപദ്രവിക്കുകയാണെന്ന് ഇവർ പറയുന്നു. ഈ ദമ്പതികളെ ഇവിടെ നിന്നും ഓടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന് പരാതി നൽകിയിരുന്നു ഇവർ. എന്നാൽ അന്വേഷണം പേരിന് മാത്രം. തങ്ങൾക്ക് ഉന്നതങ്ങളിൽ സ്വാധീനമില്ലാത്തതിനാൽ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് ഇവർ പറയുന്നു. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു, ഇവർ ഉപദ്രവിക്കണേന്. മുഖ്യമന്ത്രി അവിടെ നിന്ന് അന്വേഷിച്ച് വന്ന് പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ പോലീസുകാർ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും, ഞങ്ങളൊന്നും ചെയ്യണില്ല, അവരൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരാ കേട്ട് വിശ്വസിച്ചിട്ട് പോകും. വനിതാ കമ്മീഷനിൽ നിന്ന് വന്നു, അതും അതുപോലെ തന്നെ. ഇരുളിൻ്റെ മുഖങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ഇവർക്ക് ഇപ്പോഴുള്ള ഏക ആഗ്രഹം അടച്ചുറപ്പുള്ളൊരു വീടാണ്. അതിനുവേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. അധികൃതർ ആരെങ്കിലും കനിയുമെന്ന് ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആരുണ്ട് ഇവരെ ഒന്ന് തുണയ്ക്കാൻ, സാന്ത്വനത്തിൻ്റെ ഒരു കൈത്താങ്ങാവാൻ? ഇവരുടെ ഈ ദയനീയ കഥ കണ്ണുള്ള അധികൃതരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് വാർത്താവാരവുമായി ബന്ധപ്പെടാം. ഇവർക്കൊരു കൈത്താങ്ങായി മാറാം.